ഇന്ന് ഞാൻ ഈ കോട്ടയത്തിൻ്റെ ലെറ്റർ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഞാൻ എന്തൊക്കെ കഴിച്ചെന്നും എങ്ങനെയാണ് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. അങ്ങനെ ഇപ്പോൾ കോട്ടയത്തിൻ്റെ ആദ്യത്തെ ലെറ്ററായ കെ അന്വേഷിച്ച് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോഴാണ് ഈ അവൽ മിൽക്കും കുലുക്കിയൊക്കെ വിൽക്കുന്ന കട കണ്ടത്. എന്നാൽ പിന്നെ ഒരു കുലുക്കി സർബത്ത് അങ്ങ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ കുലുക്കി സർബത്ത് കുടിച്ചുകൊണ്ട് കോട്ടയത്തിൻ്റെ ആദ്യത്തെ ലെറ്ററായ കെ ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതും കുടിച്ചതിന് ശേഷം വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നത് കണ്ടത്. ഇങ്ങനെ വെക്കുന്ന ഈ ഒരു ഐസ്ക്രീമിൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്ലേവറും കിട്ടും. ഇനിയിപ്പോൾ അടുത്ത ലെറ്റർ വരുന്നത് ഓയാണ്. അതുകൊണ്ട് നേരെ ഒരു ഓറിയോ ഫ്ലേവർ അങ്ങ് മേടിച്ചു. അങ്ങനെ ഇപ്പോൾ ഓറിയോ ഐസ്ക്രീം കഴിച്ചിട്ട് രണ്ടാമത്തെ ലെറ്ററായ ഓയും ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതും കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോരുമ്പോഴാണ് വണ്ടിയുടെ പെട്രോളിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായത്. അങ്ങനെ അടുത്ത പമ്പിൽ കയറി നേരെ പെട്രോൾ അടിച്ചു. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ 4 മണി ആവാറായി. അടുത്ത ലെറ്റർ ആണെങ്കിൽ ടീ ആണ്. അതുകൊണ്ട് നേരെ ഒരു ടീ ഉണ്ടാക്കി കുടിച്ചു. ഇനിയും അടുത്ത ലെറ്റർ വീണ്ടും വരുന്നത് ടീ തന്നെയാണ്. അതിന് ഈ കാണുന്ന ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് മുക്കി കഴിച്ചു. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് ടീക്കകത്തോട്ട് മുക്കി കഴിച്ചിട്ട് ഇപ്പോൾ 2 ടീ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ. ഇനിയും അടുത്ത ലെറ്റർ വരുന്നത് എ ആണ്. അതിനുവേണ്ടി ഈ കാണുന്ന അരിയുണ്ടയാണ് മേടിച്ച് കഴിച്ചത്. അങ്ങനെ ഇപ്പോൾ ഈ അരിയുണ്ട കൂടെ കഴിച്ചിട്ട് 5ാമത്തെ ലെറ്ററായ എയും ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കോട്ടയത്തിൻ്റെ ഇനിയും അടുത്ത ലെറ്റർ വരുന്നത് വൈ ആണ്. അതിന് വേണ്ടിയിട്ട് നേരെ ഒരു ഇപ്പി മേടിച്ചിട്ട് ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു. 6ാമത്തെ ലെറ്ററായ വൈയും ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അങ്ങനെ വീണ്ടും എ തന്നെ. അതിനുവേണ്ടി ഒരു ആപ്പി വിസ് മേടിച്ചിട്ട് നേരെ അതങ്ങ് കുടിച്ചു. അങ്ങനെ 7ാമത്തെ ലെറ്ററായ എയും ഞാനിപ്പോൾ അങ്ങനെ വീണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അങ്ങനെ കോട്ടയത്തിൻ്റെ ലാസ്റ്റ് ലെറ്ററായ എം ആണ്. അതിനുവേണ്ടി ഈ കാണുന്ന മഞ്ചാണ് കഴിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ മഞ്ചും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. പതിവ് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. കോട്ടയംകാർ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലൈക്കിൻ്റെ കാര്യം മറക്കണ്ട. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.